Dear students, welcome to cost accounting class. Today we are discussing overhead. You know, there are three elements of cost: material, labor and expenses. All these have three, each again into two, direct and indirect. All indirect elements are come into one head, that is overhead. Today we are discussing the overhead chapter. How to distribute the overhead among the departments. Overhead distribution. Primary overhead distribution and the secondary overhead distribution. Okay, let us start the class. Let us start. നമുക്ക് ഓവർഹെഡ് എന്ന ചാപ്റ്ററിലെ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓവർഹെഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ഓവർഹെഡ്? ഓൾ ഇൻഡയറക്റ്റ് എലമെന്റ്സ് ആർ അഗ്രിഗേറ്റഡ് ഇൻടു വൺ ഹെഡ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ദാറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഓവർഹെഡ്. ഈ ഓവർഹെഡ് ഒരു ഫാക്ടറിക്കകത്ത് കോമൺ ആയിട്ട് പൊതുവായിട്ട് അടയ്ക്കുന്ന ഓവർഹെഡ് എങ്ങനെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെഡി? ഒരു ഫാക്ടറിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റ്. There are two departments such as production department and service department. In each of these departments there may be sub-departments, subdivisions. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം സബായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. സപ്പോസ് P1, P2 രണ്ട് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, S1, S2. അപ്പോൾ ഈ ഫാക്ടറിക്കകത്ത് 4 ഡിപ്പാർട്ട്മെന്റുകൾ മൊത്തത്തിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഫാക്ടറിയിലെ പല എക്സ്പെൻസുകളും മൊത്തത്തിൽ കോമൺ ആയിട്ട് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് അടച്ചിട്ടുള്ള എക്സ്പെൻസുകളെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യണം. Apportionment and allocation of the overheads expenses should be done. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ. അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഫാക്ടറി, ആ ഫാക്ടറിക്കകത്ത് 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? P1, P2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, S1, S2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഈ 4 ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ട് ഒരു എക്സ്പെൻസിനെ എങ്ങനെ വീതിക്കാമെന്ന് നമ്മൾ നോക്കാം. അപ്പൊ സപ്പോസ് ഈ ഫാക്ടറിക്ക് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ, SQFT. ഓക്കെ, ഇവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? P1, P2, S1, S2. Okay, S1 and S2. P1, P2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും S1, S2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ഈ ഫ്ലോർ ഏരിയ ഈ 4 ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ടാണ് വീതിച്ച് 4 റൂമുകളാണ് എന്ന് വിചാരിക്കുക. There are 4 departments. Each departments occupy 500 square feet. ഓരോ ഡിപ്പാർട്ട്മെന്റും കൈവശം വെച്ചിരിക്കുന്നത് 500 സ്ക്വയർ ഫീറ്റ് വീതമാണെന്ന് വിചാരിക്കും. അപ്പോൾ 4, 500, 2000 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഈ ഒരു സ്പേസിന് 10,000 രൂപ വാടകയാണ്. റെന്റ് ഇനത്തിൽ 10,000 രൂപ കൊടുത്തു. റെന്റ് പെയ്ഡ് ₹10,000. ഈ 10,000 രൂപ
4 ഡിപ്പാർട്ട്മെന്റിനും കൂടി ചെലവഴിക്കേണ്ടതല്ലേ? ഈ 10,000 രൂപ 4 ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കും, എപ്പോർഷൻ ചെയ്യണം, എന്നിട്ട് അത് അലോക്കേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷനിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ 10,000 രൂപയെ നമ്മൾ എങ്ങനെ എപ്പോർഷൻ ചെയ്യണം? നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒക്യുപ്പൈ ചെയ്ത ഇടത്തിനാണല്ലോ വാടക കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റേഷ്യോ എന്താണത്? P1 500 P2 500 S1 500 S2 500. ഇതൊന്നുകൂടി ചെറുതാക്കിയാൽ 5:5:5:5:5. ഒന്നുകൂടി ചെറുതാക്കിയാൽ 1:1:1:1. ഇങ്ങനെയാണ് ഈ 10,000 രൂപ വീതിക്കുന്നത്. 1:1:1:1. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെ ഈ തുക വീതിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ റെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം റെന്റ് 4 ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ട് വീതിച്ചു കൊടുക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബേസ് ഉണ്ട്. ആ ബേസ് ഏതാ? ഫ്ലോർ ഏരിയ. അപ്പോ ഏതൊരു എക്സ്പെൻസും ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബേസ് കിട്ടണം, മോസ്റ്റ് സ്യൂട്ടബിൾ ബേസ്. ഇവിടുത്തെ മോസ്റ്റ് സ്യൂട്ടബിൾ ബേസ് ഏതാണ്? ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയ. ഈ ഫ്ലോർ ഏരിയ അതിന്റെ റേഷ്യോ എങ്ങനെയാണ്? 1:1:1:1. അതിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? റെന്റ് 10,000. ഇത് നമ്മൾ എങ്ങനെ വീതിക്കും? P1 P2 S1 S2. P1 ന് 2,500 വരും, P2 ന് 2,500 വരും, S1 ന് 2,500 വരും, S2 ന് 2,500 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്പെൻസ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വീതിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു കോമൺ ആയിട്ട് വന്ന എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തത്? ഡിവൈഡ്, എപ്പോർഷൻ ചെയ്ത് അലോക്കേറ്റ് ചെയ്തു. അപ്പൊ അതിനൊരു മെത്തേഡ് കോഡൊക്കെ വരച്ച് ചെയ്യും. അങ്ങനെ കോമൺ എക്സ്പെൻസുകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എപ്പോർഷൻ ചെയ്ത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെയാണ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ? You can say there are some expenses paid in common in a factory. Such common expenses should be divided among the departments according to the most suitable basis. That is overhead distribution. And for that purpose we are making a statement. That statement is called ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. എങ്ങനെയാണ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇത്തരം ക്വസ്റ്റ്യൻ അകത്ത് കോമൺ ആയിട്ട് തരുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഒന്നിലധികം എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഈ എക്സ്പെൻസുകൾ ആ ഫാക്ടറിയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ വീതം വെച്ച് കൊടുക്കണം. അങ്ങനെ വീതം വെച്ച് കൊടുക്കണമെങ്കിൽ there should be a most equitable basis. ഏറ്റവും അനുയോജ്യമായ ഒരു ബേസിസ് ഉണ്ടാകണം. ആ ബേസിസ് എവിടുന്ന് കിട്ടും? അതേ ക്വസ്റ്റ്യൻ അകത്ത് അതർ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ റെന്റ് ആണ് മോസ്റ്റ് ഇക്വിറ്റബിൾ ബേസിസ്. അതെങ്ങനെയാണ് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക എന്ന് നോക്കാം. ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയുടെ ഫോർമാറ്റ്. ഇവിടെ നമുക്ക് കോളം എങ്ങനെ വരയ്ക്കാൻ പോകും? ആവശ്യമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഐറ്റം എഴുതാൻ ഇവിടെ എന്തായിരുന്നു ഐറ്റം? റെന്റ്. അടുത്തതായിട്ട് മോസ്റ്റ് suitable basis of apportionment. ഇനി വേറെ
വേണമെങ്കിൽ അതിന്റെ റേഷ്യോ കാണിക്കാൻ ഒരു കോളം വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണിക്കാം. തൽക്കാലം ഞാൻ ഇവിടെ റേഷ്യോ ഒരു കോളം വരച്ചു. പിന്നെ ടോട്ടൽ എമൗണ്ട് വിധിക്കപ്പെടേണ്ട എക്സ്പെൻസിന്റെ ടോട്ടൽ ഒരു കോളം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ 4 എണ്ണമാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എന്തുണ്ട്? P1 എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും P2 ഉണ്ട്. സർവീസിൽ എന്തുണ്ട്? S1 എന്ന് പറയുന്നുണ്ട്, S2. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ശ്രദ്ധിക്കുക, പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയുടെ ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. ഐറ്റം, ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ്, ആവശ്യമെങ്കിൽ റേഷ്യോ, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്രയുണ്ടോ അതിന് പോണം സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നമ്മൾ റെന്റിന് നമ്മൾ തിരഞ്ഞെടുത്ത ഏറ്റവും സ്യൂട്ടബിൾ ബേസിസ് ഏതാണ്? ഏരിയ സ്ക്വയർ ഫീറ്റ്, ഫ്ലോർ ഏരിയ. ഈ ഫ്ലോർ ഏരിയയുടെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് നേരത്തെ നോക്കിയത്? 1:1:1:1. ടോട്ടൽ എമൗണ്ട് റെന്റ് 10,000. ഇത് വീതിച്ചപ്പോ എല്ലായിടത്തും ഈക്വൽ. 2,500, 2,500, 2,500, 2,500 കഴിഞ്ഞു. ഇങ്ങനെ അടുത്ത എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതെടുക്കും, അതിന്റെ ഏരിയ അതിന്റെ ബേസിസ് ഏതാണോ അതെടുക്കും, അതിന്റെ റേഷ്യോ കാണും. ഇങ്ങനെ സപ്പോസ് ഇതേ ക്വസ്റ്റ്യൻ അകത്ത് നമ്മുടെ ഫ്ലോർ ഏരിയക്ക് മാറ്റം ഉണ്ടെന്ന് വരിക. P1, P2, S1, S2. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാം 500 ആയിരുന്നു. ഒരു മാറ്റം. P1-ൽ 800, P2-ൽ 600, S1 400, അപ്പോൾ ബാക്കി 200. ഇങ്ങനെയായിരുന്നു സ്ക്വയർ ഫീറ്റ് എങ്കിൽ മാറ്റം ഉണ്ടല്ലോ. എന്താണ് മാറ്റം? റേഷ്യോയിൽ മാറ്റം വരും. എങ്ങനെയാണ് റേഷ്യോയിൽ മാറ്റം വരുന്നത്? നോക്കൂ. എട്ട് 6:4:2 എല്ലാത്തിലും 2 പോകുമ്പോ നമുക്ക് ചെറുതാകാം. 4:3:2:1. അപ്പോ ഈ 10,000 വിധിക്കേണ്ടത് എങ്ങനെയാ? 4:3:2:1. അപ്പോ വിധിക്കുമ്പോഴെങ്ങനെ വരും? ശ്രദ്ധിക്കുക, 10,000 into 4/10 4,000. 10,000 into 3/10 3,000. 10,000 into 2/10 2,000. 10,000 into 1/10 1,000. Okay, കറക്റ്റ്. ഇങ്ങനെ അപ്പോ പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. വരയ്ക്കേണ്ട കോളംസ് അറിയാം. ഐറ്റം, ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ്, റേഷ്യോ, ദെൻ ടോട്ടൽ, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര കോളം ഉണ്ടോ അത്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എത്ര കോളം ഉണ്ടോ അത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോമൺ ആയിട്ട് അടച്ച എക്സ്പെൻസുകൾ ക്വസ്റ്റ്യൻ അകത്തുണ്ടാവും. ആ എക്സ്പെൻസ് എഴുതുന്നു. അത് വീതിക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ബേസിസ് ഏതോ അത് നമ്മൾ കണ്ടെത്തും. ആ ബേസിസ് എഴുതുന്നു, അതിന്റെ റേഷ്യോ. ആ റേഷ്യോ പ്രകാരം ടോട്ടൽ എമൗണ്ടിനെ വീതിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഓരോ എക്സ്പെൻസിനും വരുന്ന സ്യൂട്ടബിൾ ബേസിസ് ഏതാണെന്ന് പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ വായിക്കാം. In a factory, there are 2 production department P1, P2 and 2 service department S1, S2. For the period, the expenses were rent 12,000, electricity bill 800, supervisor salary 4,000, fuel 8,000. Prepare overhead distribution summary. Primary overhead distribution summary ഉണ്ടാകും. അവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. അതർ ഇൻഫർമേഷൻ. ഇവിടെ
P1, P2, S1, S2 ൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫ്ലോർ ഏരിയ P1 800, 600 P2, S1 400, S2 200. നെക്സ്റ്റ് പറഞ്ഞത് ലൈറ്റ് പോയിന്റ് ആണ്. P1 7, P2 5, S1 2, S2 2. നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. P1 20, P2 10, S1 5, S2 5. പിന്നെ പറഞ്ഞിരിക്കുന്നത് HP ഓഫ് മെഷീൻ, ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. P1 ൽ 50, P2 10, S1 5, S2 10. ഇതാണ് അതർ ഇൻഫർമേഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഉണ്ടാക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് വീതം വെക്കേണ്ടത് ഏതൊക്കെ എക്സ്പെൻസ് ആണ്? ഒന്നാമത് വന്നത് റെന്റ് ആണ്. റെന്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12,000. ഈ റെന്റ് വീതം വെക്കാൻ പറ്റിയ സൂട്ടബിൾ ബേസിസ് ഏതാണെന്ന് നോക്കൂ. ഇവിടെ 4 അതർ ഇൻഫർമേഷനാണ് നോക്കേണ്ടത്. ഇവിടെ 4 ഐറ്റത്തിൽ റെന്റ് വരിക ഫ്ലോർ ഏരിയയ്ക്കാണ്. അപ്പൊ ഫ്ലോർ ഏരിയയുടെ റേഷ്യോ 8:6:4:2 ഇങ്ങനെ വീതിക്കണം. ചെറുതാക്കാൻ പറ്റുന്ന പരമാവധി ചെറുതാക്കി കൊണ്ടുവരിക റേഷ്യോ. ലൈറ്റ് പോയിന്റ് നോക്കുക. നെക്സ്റ്റ് എന്താ? ഇലക്ട്രിസിറ്റി ബിൽ. എന്തിനായിരിക്കും ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്? ലൈറ്റ് പോയിന്റിനാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ലൈറ്റ് പോയിന്റ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് വീതം വെക്കാം. അക്കോർഡിംഗ് ടു ദിസ് ബേസിസ് ലൈറ്റ് പോയിന്റ്. ശ്രദ്ധിക്കുക, ഇലക്ട്രിസിറ്റി ബിൽ ഓർ ലൈറ്റിംഗ് എന്ന് കണ്ടാൽ അതിന് ഉപയോഗിക്കാവുന്ന സ്യൂട്ടബിൾ ബേസിസ് ലൈറ്റ് പോയിന്റ് ആണ്. സപ്പോസ് ലൈറ്റ് പോയിന്റ് അതൊരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലോർ ഏരിയ. കാരണം ഏരിയ കൂടുന്നതനുസരിച്ച് ലൈറ്റിംഗിന്റെ ഉപയോഗവും കൂടും. അപ്പോ ഫസ്റ്റ് കൊടുക്കുന്ന മോസ്റ്റ് ഇക്വിറ്റബിൾ ലൈറ്റ് പോയിന്റ് ആണ്. അതില്ലെങ്കിൽ ഫ്ലോർ ഏരിയ. ഇവിടെ ലൈറ്റ് പോയിന്റ് ഉണ്ട്. ആ റേഷ്യോ 7:5:2:2. നെക്സ്റ്റ് വന്നിട്ട് ഏതാ വരുന്നത്? സൂപ്പർവൈസേഴ്സ് സാലറി. എന്തിനു വേണ്ടിയാണ് സൂപ്പർവൈസേഴ്സിനെ വെക്കുന്നത്? തൊഴിലാളികളെ നോക്കി നടത്താൻ, അവരെ സൂപ്പർവൈസ് ചെയ്യാൻ. അപ്പൊ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് ഏറ്റവും സൂട്ടബിൾ. ഇവിടെ ഉണ്ട് നമ്പർ ഓഫ് വർക്കേഴ്സ് 20, 10, 5, 5, 4:2:1:1. പിന്നെ വന്നത് ഫ്യൂൽ ആണ്. ഇന്ധനം ചെലവഴിക്കപ്പെടുന്നത് മെഷീനറിക്ക് വേണ്ടിയാണ്. HP ഓഫ് മെഷീൻ സ്യൂട്ടബിൾ ബേസിസ് HP ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കിലോവാട്ട്. ചിലപ്പോ HP ഓഫ് മെഷീൻ ആയിരിക്കാം അതർ ഇൻഫർമേഷൻ തരിക, ചിലപ്പോ ഇലക്ട്രിസിറ്റി കിലോവാട്ട് എന്നായിരിക്കും. എങ്കിൽ ആ ബേസ് ഇവിടെ 3:2:1:2. ഇങ്ങനെയാണ് ഇത് വീതം വെക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകളാണ്. 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ക്വസ്റ്റ്യൻ എക്സ്പെൻസുകൾ നോക്കുക, അതിന്റെ സ്യൂട്ടബിൾ ബേസിസ് നോക്കുക, അതിന്റെ റേഷ്യോ. നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ശരി, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഇതാ കൂടുതൽ ചെയ്ത് കഴിഞ്ഞു. ഇതാണെന്ന് പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പൊ നമ്മള് ഹെഡിങ് ഒന്ന് എഴുതുക. പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഐറ്റം കോഡ്, ബേസിസ് ഉണ്ട്, റേഷ്യോ, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് P1, P2, സർവീസ് ഡിപ്പാർട്ട്മെന്റ് S1, S2. ഇത്രയും നമ്മുടെ ഒന്നാമത്തെ എക്സ്പെൻസ് റെന്റ് ആയിരുന്നു. റെന്റിന്റെ മോസ്റ്റ് സൂട്ടബിൾ ബേസിസ് ഫ്ലോർ ഏരിയ ആണെന്ന് പറഞ്ഞു. അതിന്റെ റേഷ്യോ 4:3:2:1. ടോട്ടൽ എമൗണ്ട് 12,000. അത് 4 × 7 2 9 10 4/10 4,800 3,600 2,400 1000 അല്ലേ? 4/10 4,300 3/10 3,600 2/10 2,400 1/10 1000. ഇങ്ങനെ ലഭിച്ചു. രണ്ടാമത്തെ എക്സ്പെൻസ് എന്തായിരുന്നു? ഇലക്ട്രിസിറ്റി.
അതിന്റെ മോസ്റ്റ് സൂട്ടബിൾ ബേസിസ് ഏതാ നമ്മൾ എടുത്തത്? ലൈറ്റ് ബോൾ. അതിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു? 7:5:2:2. 7 5 12 2 14 2 16. 7/16. 800 7/16 350. 5/16 250. 2/16 250. 2/16 സോറി 200. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ ഏതായിരുന്നു മോസ്റ്റ് ഇക്വിറ്റബിൾ വേ? നമ്പർ ഓഫ് അവേഴ്സ് 4:2:1:1. 4000 വീതിച്ചപ്പോൾ 4 6 7 8 4/8 4000 വന്നിട്ട് 2000 1000 500 500. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ HP ഓഫ് മെഷീൻ റേഷ്യോ 3:2:1:2. 8000 rupees ആണ് ടോട്ടൽ ഉള്ളത്. അത് ഈ റേഷ്യോയിൽ വീതിച്ചപ്പോൾ 3000 2000 1000 2000. Then total column 24,800. Then P1 10,150. P2 6,850. S1 total 4,000. S2 3,800. Okay, total 24,000. ഇപ്രകാരമാണ് പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി തയ്യാറാക്കേണ്ടത്. ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ള മെത്തേഡ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഐറ്റത്തിനും ഓരോ എക്സ്പെൻസിനുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ ബേസിസ് ഏതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതറിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് റെഫർ ചെയ്ത് ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ചിട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.